ഹായ് എവരി വൺ. നമുക്കിനി സൂപ്പർ കീവേഡിൻ്റെ അടുത്ത ഒരു യൂസ് നോക്കാം. അതും ഇൻഹെറിറ്റൻസിൻ്റെ ബേസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസിൻ്റെ സൂപ്പർ കീവേഡ് രണ്ട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഈസ് ടു കോൾ ദ കൺസ്ട്രക്ടർ ഓഫ് അവർ സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സബ് ക്ലാസ്സിൽ നമുക്ക് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യാം. ദ സെക്കൻഡ് ഫോം ഓഫ് ദ സൂപ്പർ ആക്ട്സ് ലൈക്ക് ദിസ്. ദിസ് എന്ന് പറഞ്ഞില്ലേ, ദിസ് നമ്മളൊരു ദിസ് ആ കറക്റ്റ് റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദിസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യും നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെയാണ് നമ്മൾ ഇവിടെ സൂപ്പർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഡോട്ട് മെമ്പർ ആണ്. സൂപ്പർ ഡോട്ട് മെമ്പർ. ഇവിടെ മെമ്പർ ക്യാൻ ഐദർ എ മെത്തേഡ് ഓർ എ ഇൻസ്റ്റൻസ് വേരിയബിൾ. ഒന്നുകിൽ നമ്മുടെ മെത്തേഡ് ആവാം, നമ്മുടെ ആ ഒരു സൂപ്പർ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ അതിന്റെ വേരിയബിൾ ആയിരിക്കും. നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് സൂപ്പർ ക്ലാസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ് ക്ലാസ്സിലുണ്ടായിരിക്കും സെയിം നെയിം, സബ് ക്ലാസ്സിലും ഒരു മെമ്പർ സെയിം നെയിം ആണെങ്കിൽ ആ ഒരു സെയിം നെയിമിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. കാരണം ഒരു വാരിയബിൾ സൂപ്പർ ക്ലാസ്സിലുണ്ട്, അതേ നെയിം വെച്ചിട്ടുള്ള വാരിയബിൾ സബ് ക്ലാസ്സിലുണ്ട്. ഇറ്റ് ഇസ് പെർമിസിബിൾ, നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും. ജാവയിൽ അത് ഓക്കെ ആണ്. പക്ഷെ എങ്കിലും നമുക്ക് ഏത് വേരിയബിൾ ആണ്, സൂപ്പർ ക്ലാസിന്റെ ആ നെയിമുള്ള വേരിയബിൾ ആണോ അതോ സബ് ക്ലാസിൻ്റെതാണോ നമ്മൾ വിളിച്ചതെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പ്രോഗ്രാം നോക്കാം. എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ ക്ലാസ് ഉണ്ട്, അതിൽ ഇൻറ്റ് ഐ ഒരു വേരിയബിൾ ഉണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബിയില് എന്താണ്, ബി എന്ന് പറഞ്ഞ പുതിയ ക്ലാസ് എ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ ബിക്കും ഉള്ളത് അതേ വേരിയബിൾ നെയിമാണ് ഐ, ഇൻറ്റ് ഐ. അപ്പൊ ഐ ഹൈഡ്സ് ദ ഐ ഇൻ എ. കാരണം ഇത് എയുടെ ആണ്, ഇത് ബിയുടെ ആണ്, അതുകൊണ്ട് തന്നെ ഇതൊരു എറർ ആവില്ല, ഒരിക്കലും എറർ ആവില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കൺസ്ട്രക്ടർ, ബിയുടെ ഒരു കൺസ്ട്രക്ടർ നമ്മൾ കോൾ ചെയ്യാണ്. അതിൽ രണ്ട് വേരിയബിൾ ഉണ്ട്, അത് ഇന്റിജർ വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അത് രണ്ട് ഐനെയും വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഥവാ സൂപ്പർ ക്ലാസിന്റെ ഐനെയും സബ് ക്ലാസിന്റെ ഐ. അപ്പൊ നമ്മൾ സൂപ്പർ ക്ലാസിന്റെ ഐക്കാണ് ഈ വാല്യൂ, സബ് ക്ലാസിന്റെ ഐ ഇതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സൂപ്പർ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ ഈ ഐ സൂപ്പർ ക്ലാസിന്റെ ഐ ആണ്, അഥവാ നമ്മുടെ ഈ ക്ലാസിന്റെ ഐ ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ നമ്മുടെ ബി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഷോ എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, സൂപ്പർ ക്ലാസിന്റെ ഐയും നമ്മൾ ഷോ ചെയ്തു, സബ് ക്ലാസിന്റെ ഐയും നമ്മൾ ഷോ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി മെയിൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, സബ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് സബ് ക്ലാസിന്റെ ഷോ എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചു. എന്നിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 2 പാസ് ചെയ്തു. 1 2 പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 is ഫോർ ദ ഐ ഓഫ് നമ്മുടെ പാരന്റ് ക്ലാസ് എ, സെക്കൻഡ് 2 വാല്യൂ ഇസ് ഫോർ അവർ ബേസ് ക്ലാസ് ബി. നമ്മൾ പാസ് ചെയ്ത് ജസ്റ്റ് വിളിച്ചു. ഓക്കെ, അപ്പം ഞാനത് നോട്ട് പാഡിൽ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് സേവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലാസിന്റെ പേര് എന്താണ്, യു സൂപ്പർ ആണ്. അപ്പൊ അതൊന്നും അങ്ങനെ സേവ് ചെയ്യട്ടെ, സേവ് ആസ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ജാവയിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. എന്തായിരുന്നു, യൂസ് സൂപ്പർ. ഓക്കെ, ഡോട്ട് ജാവ എന്ന പേര് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരെ കമാൻഡ് പ്രോംപ്റ്റ് പോകുന്നു. ആക്ച്വലി കമാൻഡ് പ്രോംപ്റ്റ് പോയി കമാൻഡ് പ്രോംപ്റ്റ് പോകുന്നു. cd ഡെസ്ക്ടോപ്പ് cd java setpath where is our java, wait, it is in program files, java folder, jdk ben. Let's copy this path, then we want to set the path. Okay, yes, it's over. Java c use super dot java, no error. Java use super. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പർ ക്ലാസിന്റെ ഐയുടെ വാല്യൂ 1 ആണ്, സബ് ക്ലാസിന്റെ ഐയുടെ വാല്യൂ 2 ആണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. സി, നമ്മുടെ പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് 1 2 പാസ് ചെയ്തു. ആ 1 2 പാസ് ചെയ്യുമ്പോൾ ആ കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത്, സൂപ്പർ ഡോട്ട് ഐ യൂസ് ചെയ്തിട്ട് ഐ
സൂപ്പർ ക്ലാസിന്റെ ഐയുടെ വാല്യൂ എയും സബ് ക്ലാസിന്റെ ഐയുടെ വാല്യൂ ബി ആക്കി സെറ്റ് ചെയ്തു. ആ സൂപ്പർ ഡോട്ട് ഐ എന്നുള്ള വേർഡിൽ കറക്റ്റ് ഐനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് ഷോ ചെയ്തു. അത്രയേ ഉള്ള ഒരു കുഞ്ഞു പ്രോഗ്രാം ആണ്. അപ്പോൾ ആ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സൂപ്പർ ക്ലാസിന്റെ സൂപ്പർ കീവേഡിന്റെ യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ സൂപ്പർ കീവേഡ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എന്തിനാണ്? ഫോർ കോളിംഗ് super class or parent class constructor and second usage is for use as a to hide members by the same name in the super class. നമ്മുടെ സബ് ക്ലാസിന്റെ മെമ്പർ നെയിമിന് സബ് ക്ലാസിന്റെ ഇത് നമ്മുടെ സൂപ്പർ ക്ലാസ്സിലും സബ് ക്ലാസ്സിലും സെയിം നെയിം വരികയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജാവ റൺ ടൈം സിസ്റ്റത്തിന് മനസ്സിലാക്കാണ്ടിരിക്കാൻ വേണ്ടി അത് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കോൾ ഐദർ എ മെത്തേഡ് ഓർ എ ഇൻസ്റ്റന്റ് വേരിയബിൾ. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് യൂസേജ് ആണ് സൂപ്പർ കീവേഡിനുള്ളത്. ടു കോൾ ദ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ ആൻഡ് ഓൾസോ ടു call either a method or an instant variable of our super class. Okay, എഴുതണ്ടല്ലോ. Either call a method or an instant variable of our parent class. Okay, ഇതാണ് നമ്മുടെ സൂപ്പർ കീവേഡിന്റെ രണ്ട് യൂസേജ് ഇൻഹെറിറ്റൻസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.